എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് എങ്ങനെ കൃത്യമായ രീതിയിൽ സിലബസ് അനാലിസിസ് ചെയ്ത് പഠിക്കാൻ സാധിക്കും. തുടക്കം തൊട്ട് പഠിക്കുന്നവരാണെങ്കിൽ, ഫസ്റ്റ് ടൈം ആയിട്ട് PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും, ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും ഈ ഒരു സ്റ്റഡി പ്ലാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ജോലി എന്നുള്ള സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. നമ്മളുടെ കൂടുതലുള്ളവർ, നമ്മുടെ ടീം മെമ്പേഴ്സും റാങ്ക് ഹോൾഡേഴ്സും എല്ലാവരും ഫോളോ അപ്പ് ചെയ്ത് വരുന്ന കൃത്യമായ ഒരു പ്ലാനിംഗ് പ്രകാരമുള്ള സ്റ്റഡി പ്ലാൻ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. ഇതിനു മുൻപ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ട് സിലബസ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ തന്നെ അഡീഷണൽ ആയിട്ട് കുറച്ച് വ്യക്തമായിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പരീക്ഷയെ നോക്കി കാണേണ്ടത്, എങ്ങനെയാണ് ഇതിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കേണ്ടത്, അതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം നടത്തിയതിൽ എന്തുണ്ടായിരുന്നു? കഴിഞ്ഞ വർഷം ഇൻ ദ സെൻസ് ലാസ്റ്റ് ആയിട്ട് നടന്ന എക്സാമില് പ്രിലിംസ് കഴിഞ്ഞിട്ടായിരുന്നു നമുക്ക് മെയിൻസിലേക്ക് വരുന്നത്, അല്ലെ? ഇനി നമ്മളുടെ മുന്നിൽ ഏകദേശം 8 മാസത്തോളം ദിവസമുണ്ട്, അല്ലെ? 8 മാസത്തോളം ദിവസങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട്. അതായത് ഏകദേശം 8 × 3 നമുക്കറിയാം എത്രയാണ്? 240 ദിവസത്തോളം എന്തുണ്ട് നമ്മളുടെ മുന്നിലേക്ക് അത് കിടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാം. ഇനി ഈ 240 ദിവസം എങ്ങനെ നമ്മൾ കൃത്യമായി അതിനെ കൈകാര്യം ചെയ്യുന്നു, അതിലെ ദിവസവും സമയവും നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതനുസരിച്ചിട്ടാണ് നമ്മളുടെ ജോലി എന്നുള്ളൊരു സ്വപ്നം ഈ വർഷം അവസാനത്തോട് കൂടിയിട്ട് സാക്ഷാത്കരിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു സിലബസ് നിങ്ങളിപ്പോ PSCയുടെ 10th ലെവൽ ഏത് എക്സാം ആയി കഴിഞ്ഞാൽ പോലും, ഇപ്പൊ ബെവ്കോ LD ആവട്ടെ, കമ്പനി ബോർഡ് LGS ആവട്ടെ, VFA ആവട്ടെ, ഇനി വരാൻ പോകുന്ന LDC ആവട്ടെ, LGS ആവട്ടെ, അതിൽ നമ്മൾ പഠിക്കുന്ന ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്സും ഒക്കെ സെയിം തന്നെയാണ്. സിലബസ് വ്യത്യാസമില്ല, ഹിസ്റ്ററി ജോഗ്രഫി ഒക്കെ. പക്ഷെ അഡീഷണൽ ആയിട്ട് LGSലേക്ക് പോകുമ്പോൾ അവിടെ എന്തില്ല, ഇംഗ്ലീഷ് വരുന്നില്ല, മലയാളം വരുന്നില്ല, അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇൻ കേസ് ബേവ്കോ ഇനി മെയിൻസ് ആയിട്ട് നടത്തുവാണെങ്കിൽ there is a chance, നമുക്ക് പറയാൻ പറ്റത്തില്ല. അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് PSC ആണ്. അപ്പൊ നമുക്ക് ചിലപ്പോൾ എന്താകാം, ചിലപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ടോപ്പിക് ആഡ് ഓൺ ആവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ നമുക്ക് ടൈം മുന്നിലേക്ക് കിടക്കുന്നുണ്ട്. അപ്പം ഈ 240 ദിവസത്തെ നമുക്ക് കൃത്യമായിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് ജോലിയിലേക്ക് കയറാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ ഞാനിപ്പോ എടുക്കുന്നത് ജനുവരിയിലാണ് കേട്ടോ. ജനുവരി 2026 തീയതിയാണ്. അപ്പൊ 12-ാം തീയതിയാണ് എടുക്കുന്നത്. ഇനിയിപ്പം നമ്മുടെ വീഡിയോസ് ഒക്കെ ഒരുപാട് നാൾ കഴിഞ്ഞ് ചില കുട്ടികൾ കാണാം, അയ്യോ അപ്പൊ മിസ് പറഞ്ഞ പോലെ 240 ദിവസമൊന്നും ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് കുറച്ചിട്ട് വേണം, എപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടാലും നിങ്ങൾ എന്നാണോ വീഡിയോ കാണുന്നത് ആ ദിവസം തൊട്ട് ഓരോ ഡേ കുറച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, നിങ്ങളുടെ പ്ലാൻ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു 150 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് ഇവിടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ആ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾക്ക് എന്ത് കൃത്യമായിട്ട് പഠനത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതായിരിക്കും നമ്മൾ പറയുന്നത്. ഓരോരുത്തരുടെയും കിട്ടുന്ന സമയവും ഓരോരുത്തരുടെയും ജീവിത സാഹചര്യവും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ പക്ഷേ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, എല്ലാവർക്കും കിട്ടുന്ന പോലെ 24 മണിക്കൂർ മാത്രമാണ് ഈ ലോകത്ത് എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളത്. അതിനെ കൃത്യമായിട്ട് കീറിമുറിച്ച് എങ്ങനെ നമ്മൾ പ്രയോഗപ്പെടുത്തുന്നു അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് എന്ത് വരുന്നത്, എക്സാമില് നല്ല രീതിയിൽ അതിനെ ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധ്യമാകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ സിലബസിൽ 100 മാർക്കിന്റെ എക്സാം ആണ്. അതിൽ ഞാൻ പറഞ്ഞതില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ പഠനം ആരംഭിക്കേണ്ടത് എവിടെയാണ്? ഏറ്റവും കൂടുതൽ മാർക്ക് തരുന്ന കറണ്ട് അഫേഴ്സിനാണ്, അല്ലെ? അപ്പോ കറണ്ട് അഫേഴ്സിന് 20 മാർക്ക്. അതിന്റെ കൂടെ ഞാൻ എപ്പോഴും പറയുന്നത് കലാ, കായികം, സംസ്കാരം, ഇതെല്ലാം തന്നെ കറണ്ട് ആയിട്ടുള്ള റീസെന്റ് ആയിട്ടുള്ള അവാർഡുകള്, അതുപോലെ തന്നെ നമുക്കറിയാം ഓരോ പുരസ്കാരങ്ങള്, ഇപ്പൊ സാഹിത്യ പുരസ്കാരങ്ങള്, നൊബേൽ സമ്മാനങ്ങള് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു തുടങ്ങണം. അപ്പം അതിന്റെ കൂടെ ഈ ഒരു 5 മാർക്ക്, അങ്ങനെ 25 മാർക്ക് നിങ്ങൾ ആദ്യമേ തന്നെ എന്ത് ചെയ്യണം, പഠനം ആരംഭിക്കുമ്പോൾ തന്നെ കറണ്ട് അഫേഴ്സ് ഒരു കാരണം വെച്ചാലും സ്കിപ്പാക്കാതെ ജനുവരി 2025, ഓക്കെ, ജനുവരി 2025 മുതലുള്ള കറണ്ട് അഫേഴ്സ് വ്യക്തമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ പഠനത്തിൽ മസ്റ്റ് ആയിട്ടും ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഇനി അതേപോലെ തന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് 10 ഇംഗ്ലീഷ്, 10 മാത്സ്,
10 മലയാളം അല്ലെ. അപ്പൊ ഇവിടെ എത്ര വരുന്നുണ്ട്? 10 10 10 ഏകദേശം 30 മാർക്ക്. അപ്പം 25 + 30 എത്ര വരുന്നുണ്ട്? 55 മാർക്കാണ് നിങ്ങൾ ആദ്യമേ നിങ്ങൾ പഠിക്കാതിരിക്കുമ്പോൾ എടുക്കേണ്ടത്. ഏതാണ്? ഈ ടോപ്പിക്സ് ആണ്. അല്ലാതെ 5 മാർക്കിന്റെ ചരിത്രം എന്ന് പറഞ്ഞ നിങ്ങൾക്ക് ഹിസ്റ്ററി, ജോഗ്രഫി, ഹിസ്റ്ററിയിൽ തന്നെ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 1 2 3 മാസം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു തീരുന്ന അത്രയ്ക്കും ലോങ് ആയിട്ട് കിടക്കുന്നതാണ് അല്ലെ, വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന സിലബസ് ആണ്. ഓരോന്നിന്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ 1 1 1 ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ 2 2 ഒക്കെ വെച്ചിട്ടായിരിക്കും ചോദ്യങ്ങൾ വരുള്ളൂ. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ കൂടുതൽ ഒരു ദിവസം മുഴുവൻ ഹിസ്റ്ററിക്ക് പഠിക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയവും അതുപോലെ തന്നെ നമ്മൾക്ക് എന്താണ് മാർക്കും അതിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് സാധില്ല. മാക്സിമം 5 മാർക്കാണ് അവിടെ വരുന്നുള്ളൂ അല്ലെ. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സയൻസിലേക്ക് പോകാം. സയൻസ് നോക്കിക്കേ 12 മാർക്കാണ് വരുന്നത് അല്ലെ. അപ്പൊ പ്ലസ് എത്ര വരും? 12 മാർക്ക് വരുമ്പം 67 മാർക്ക്. ഈ ഇതിൽ തന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് എപ്പോഴും ഏതിനു കൊടുക്കാനാണ് ഞാൻ പറയാറുള്ളത്? എപ്പോഴും നമ്മുടെ സ്റ്റുഡൻസിനോട് പറയുന്നതാണ് ബയോളജിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബയോളജിയിൽ വിറ്റമിൻസ്, രോഗങ്ങളും രോഗകാരികളും, ആരോഗ്യക്ഷേമ പദ്ധതികൾ തുടങ്ങിയ ഏരിയാസിന് എന്ത് ചെയ്യണം? നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിനുശേഷമാണ് മനുഷ്യ ശരീരത്തിലേക്ക് പോകാവൂ. മനുഷ്യ ശരീരത്തിൽ നിന്ന് ഡെഫിനറ്റ്ലി ചോദ്യം വരും. അപ്പോൾ മനുഷ്യ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരുപാട് പഠിക്കാനുണ്ടാവും. അപ്പൊ നമ്മൾ 1 പഠിച്ചു, 2 പഠിച്ചു, 3 പഠിച്ചു, ആ ടോപ്പിക്ക് നീങ്ങാതിരിക്കുമ്പോൾ തന്നെ നമുക്ക് മെന്റലി എന്താവും? നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് തോന്നും. അപ്പൊ വിറ്റമിൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പഠിച്ചു ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാവുന്ന ഏരിയ ഉള്ളൂ. വിറ്റമിൻസ്, അതുപോലെ രോഗങ്ങള്, രോഗകാരികളൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചു പോകുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും 3 മാർക്കാണ് വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇവിടെ കാണിക്കുകയാണ്. നമ്മളിവിടെ 67 മാർക്കിന്റെ കാര്യത്തിലാണ് നിൽക്കുന്നത് അല്ലെ. ഇനി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ധനതന്ത്രശാസ്ത്രം, എക്കണോമിക്സ്, അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ സുപ്രധാന നിയമങ്ങൾ. ഡെഫിനറ്റ്ലി 15 മാർക്ക് എന്താണ്? ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ സെക്കൻഡ് പഠിച്ചു പോവേണ്ടതാണ്. ഇനി ഇവിടെ തന്നെ നിങ്ങൾ നോക്കി, ഞാൻ ഹിസ്റ്ററി, ജോഗ്രഫി ഒന്നും തൊടണ്ട എന്നല്ല പറഞ്ഞത്. ഇവിടെ നിങ്ങൾ കറണ്ട് ആയിട്ടുള്ള ഫാക്ടേഴ്സ് പഠിച്ചു പോകുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്തെങ്കിലും ഇപ്പൊ നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ പാലം നിലവിൽ വരുന്നു എന്ന് പറയുമ്പം ആ പാലം ഏതാണ്? അതിന്റെ അടിയിലുള്ള നദി ഏതാണ്? ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആ നദിയുടെ പോഷക നദി ഏതാണ്? ആ നദിക്ക് പ്രത്യേകതകൾ എന്താണ്? അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോകുന്ന സമയത്ത് അവിടെ ജോഗ്രഫിയിലെ ഏരിയാസ് നമ്മൾ കവർ ചെയ്യും. പിന്നെ ഹിസ്റ്ററിയിൽ ഇപ്പൊ ആരുടെയെങ്കിലും ജന്മദിനം വരുന്ന സമയത്ത്, ജന്മശതാബ്ദി വരുന്ന 100-ാം വാർഷികം വരുന്ന സമയത്തും നമുക്ക് എന്താണ് ഡെഫിനറ്റ്ലി ആ ഒരു ഏരിയാസുമായി ബന്ധപ്പെട്ട് നോക്കുക. സ്വാതന്ത്ര്യ ഇന്ത്യയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റിവോൾട്ടുകളൊക്കെ ആയിട്ട് കാര്യങ്ങൾ വരുമ്പോൾ ആ ഒരു ഏരിയാസ് കൂടി കറണ്ട് ആയിട്ടുള്ള ഫാക്ട്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ഓരോന്ന് പഠിച്ചു തുടങ്ങിയാൽ എന്താണ് നിങ്ങൾക്ക് അവിടെയും എന്ത് ചെയ്യും? അത് കവർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വരുമ്പോൾ ആ മുഖ്യമന്ത്രി, ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? അതിന് എത്രാമത്തെ മുഖ്യമന്ത്രിയാണ്? ഇനി ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി ആയതാണ്? ഏറ്റവും കുറവ് മുഖ്യമന്ത്രി? അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഫോക്കസ് ചെയ്ത് ഇവിടെ പഠിച്ചു പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കവർ ചെയ്യാം. പിന്നീട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഞാനിപ്പം നിങ്ങളുടെ അടുത്ത് ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞു. നമ്മൾ ഡേ 1 തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങുമ്പോൾ മസ്റ്റായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് SCERT പാഠപുസ്തകം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി, നമ്മൾ സ്മാർട്ട് ആയിട്ട് പഠിക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എക്സാം ക്രാക്ക് ചെയ്യാം. നമ്മൾ ഈ 5 മുതൽ 10 വരെ അല്ലെങ്കിൽ +1 +2, ഇപ്പൊ ഞാൻ 10 വരെയാണ് പറയുന്നത്. ഫസ്റ്റ് സെറ്റ് നിങ്ങൾ 10th വരെയുള്ളത് കവർ ചെയ്യാം. ഈ 5 തൊട്ട് 10 വരെയുള്ള ബയോളജിയിലെ ടെക്സ്റ്റ് വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വാസ്റ്റ് ആയിട്ട് ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. 5, 6, 7, 8, 9, 10. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് എങ്ങും എത്താതെ വരുമ്പോൾ നമുക്ക് ആകെ ഫ്രസ്ട്രേഷൻ തോന്നും. അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്ക് ഞാൻ ഇവിടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കേണ്ട നമ്മുടെ സിലബസ് അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ ഏറ്റവും ആദ്യം കവർ ചെയ്ത് വരേണ്ട 15 SCERT ചാപ്റ്റേഴ്സ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സും അതുപോലെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്നൊക്കെയുള്ളത് വരുന്ന വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്തേക്കാം. താഴെ നമ്മൾ ഗ്രൂപ്പ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നോട്ട്സിനും അതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫേഴ്സ്, നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ ക്ലാസ്സിന്റെ ലിങ്ക്, കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ യൂട്യൂബ് ലിങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ ഗ്രൂപ്പ് ലിങ്കിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഇനി മുതൽ തിങ്കൾ, ബുധൻ, വെള്ളി എല്ലാ ദിവസവും കൃത്യം 4:30-ക്ക് നമ്മൾ VFAക്കും കമ്പനി ബോർഡ് LGSനൊക്കെ വേണ്ടിയിട്ടുള്ള ഫ്രീ ക്ലാസ്സുകൾ ഇത് സ്റ്റഡി പ്ലാൻ പ്രകാരം നമ്മൾ പോകുന്നുണ്ട്. അപ്പൊ അതുകൂടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമുക്ക് സെൻസ് ഓർഗൻസ്, അതുപോലെ വിറ്റമിൻസ്, പരിസ്ഥിതി, മനുഷ്യ ശരീരം,
മനുഷ്യ ശരീരം ഇത് മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമുക്ക് വരുന്നത്. അതുപോലെ കോശം ഇത് തന്നെയാണ് മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട ഏരിയാസ്. ഇത്രയാണ് നമുക്ക് എന്ത് വരുന്നത് 15 ചാപ്റ്റേഴ്സ് മെയിനായിട്ട് നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള പ്രധാനപ്പെട്ട 15 അധ്യായങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇനി പഠിക്കാതിരിക്കുന്ന സമയത്ത് ഡേ 1 എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുമ്പം അതിൽ ഞാൻ എന്താ പറഞ്ഞത്, കറണ്ട് അഫേഴ്സ് പഠിച്ചു തുടങ്ങുക. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ സയൻസ് വിറ്റമിൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഒരു പോർഷൻ ആണ് നിങ്ങൾ പഠിക്കുന്നത് എങ്കിൽ അതിനകത്ത് നിങ്ങൾ എന്ത് നോക്കുക, നമുക്ക് വിറ്റമിൻ 6ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ വിറ്റമിനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യണം, SCERT അതുകൂടി ഇവിടെ കവർ ചെയ്ത് നോക്കുക. അതായത് ആ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട 5 തൊട്ട് 10 വരെ ഏതൊക്കെ ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് നോക്കിയിട്ട് ആ ചാപ്റ്റേഴ്സ് ഇതിന്റെ കൂടെ കവർ ചെയ്ത് പോവാം. അപ്പൊ നിങ്ങൾ കറണ്ട് അഫേഴ്സ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കവർ ചെയ്യുന്നുണ്ട്, SCERT നമ്മൾ കവർ ചെയ്യുന്നുണ്ട് അല്ലെ. ഇനി അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞ പോലെ മാത്സ്, അതുപോലെ തന്നെ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്. അപ്പൊ ഇത്രയും അനുസരിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ ആദ്യം പഠിച്ചു പോവുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ ടൈമിൽ തന്നെ നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ് വളരെ പെട്ടെന്ന് കവർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ SCERT പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് നിങ്ങൾക്ക് ഫസ്റ്റ്, അതായത് ഈ 150 ദിവസത്തിനുള്ളിൽ കൃത്യമായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനത് കവർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഡേ 2 വരുമ്പോൾ നിങ്ങൾ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ ഇത്രയും നിങ്ങൾ പഠിച്ചു പോകുന്ന ടോപ്പിക് എഴുതി വെക്കണം. സിലബസിനകത്ത് അത് മാർക്ക് ചെയ്ത് പോകണം. ഇല്ലാത്ത പക്ഷെ നിങ്ങൾ എന്തോ എവിടെ നിന്നൊക്കെയോ പഠിക്കും, നമുക്ക് ഒരു ഓർഡർ ഇല്ലാത്ത രീതിയിൽ നമുക്കൊരു എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ തോന്നത്തില്ല. അപ്പം അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ച് പോവുകയാണെങ്കിൽ വളരെ അനായാസമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ മാർക്ക് സ്കോർ ചെയ്യാനും ജോലിയിൽ പ്രവേശിക്കാനും പറ്റുന്നതാണ്. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് ആരുടെയെങ്കിലും സഹായം വേണമെങ്കിൽ നമ്മൾ AZB അക്കാഡമി ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഓൾറെഡി 150 ഡേയ്സ് നമ്മൾ നേരത്തെ നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. നമ്മൾ ഓൾറെഡി VFAയുടെ ബാച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ 150 ഡേ കംപ്ലീറ്റ് ആയി അതിന്റെ റിവിഷൻ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇതനുസരിച്ച് ഏറ്റവും പുതിയ ബാച്ച് നിങ്ങൾക്ക് ഡേ 1 തൊട്ട് ഏറ്റവും പുതിയ ബാച്ച് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതിൽ നമ്മൾ ഇതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് തരുന്നുണ്ട്, ബയോളജിയുടെ ഒരു ക്ലാസ്സും അതിൻ്റെ SCERT നിങ്ങൾ വേറെ ഒന്നും നോക്കാൻ പോകണ്ട, ഇത് തന്നെ പഠിച്ചാൽ മതിയാകും. പിന്നെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് നമ്മൾ തരുന്നത് മാത്സ് ആയിരിക്കും. ഓക്കെ, മാത്സ് തരുന്നുണ്ട്. ഇനി ഈ ക്ലാസ്സുകൾ ജസ്റ്റ് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇതിൻ്റെ മോക്ക് ടെസ്റ്റും ഡെയിലി നമ്മൾ, അതായത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്, ഒരു കാര്യം പോലും നമ്മൾ കൊടുക്കാതിരിക്കുന്നില്ല. കൃത്യമായ സ്റ്റഡി പ്ലാനും അതിൻ്റെ PDF നോട്ട്സും അതിൻ്റെ മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് മുൻപ് കോഴ്സിൽ നിന്ന് കയറി നോക്കാം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നൽകുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, അതുകൂടാതെ എല്ലാ ദിവസവും നിങ്ങൾക്ക് PYQ പ്രാക്ടീസ്, അതായത് 12 മണിക്ക് നമ്മൾ ഓരോ വിഷയത്തിൻ്റെയും റീസെൻ്റ് ആയിട്ട് നടന്നിരിക്കുന്ന എക്സാം ഏത് കഴിഞ്ഞാലും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള PYQ നിങ്ങൾക്ക് തരുന്നുണ്ട്. അങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഡെയിലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും അനുസരിച്ച് ഒരു 150 ദിവസത്തെ സ്റ്റഡി പ്ലാനിൽ 150 മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ പഠിച്ചതനുസരിച്ച് ചെയ്യുന്നത് കൂടാതെ എല്ലാ ദിവസവും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ മന്ത്ലി ഒരു മന്ത് ആകുമ്പോൾ നിങ്ങൾ അതുവരെ പഠിച്ചിരിക്കുന്ന എല്ലാം കൂടെ കൂടിയിട്ട് 30 ഡേയിൽ OMR 100 മാർക്കിൻ്റെ OMR നമ്മൾ നൽകുന്നുണ്ട്. തുടങ്ങിയ അതായത് ഒരു മെൻറ്റർ നിങ്ങൾക്ക് ഉണ്ടാകും. ഒരു മെൻറ്ററിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള എല്ലാ ഹെൽപ്പും എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഇപ്പോൾ ഒരു ഓഫർ കൂടിയുണ്ട്. നമുക്ക് VFA ഈ ഒരു കോഴ്സിന് കൂടെ തന്നെ കമ്പനി ബോർഡ് LGSും ബേവ്കോ LDCയുടെ പ്രിലിംസും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അഡീഷണൽ ആയിട്ട് ഇപ്പോൾ കൊടുക്കുന്നവർക്ക് അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. ആ ഒരു ഓഫറോട് കൂടിയിട്ടാണ് നൽകുന്നത്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിലിംസിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. VFAക്ക് സെപ്പറേറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനായി ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തേക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഗൂഗിൾ ഫോം കൂടി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. Till then, bye bye and thank you.